അങ്ങനെ ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം മൂടിക്കെട്ടിയ ഭരണി നമ്മൾ അഴിക്കാൻ പോവാണ്. അതിനു മുമ്പ് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭരണിയുടെ തുണിയൊക്കെ മാറ്റി അങ്ങോട്ട് അടപ്പ് അങ്ങോട്ട് തുറന്നപ്പോഴാണ് നമ്മൾ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായ മാങ്ങകളൊക്കെ ചുക്കി ചുളിഞ്ഞതേ ഭരണിയുടെ പകുതി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ആ മാങ്ങകളൊക്കെ അതേ ഇങ്ങനെ അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം. അതിലത്തെ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഭംഗിയുള്ളവനെ നോക്കി ഞാൻ അങ്ങോട്ട് അകത്താക്കിയിട്ടുണ്ട്. ആഹാ, നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് കടുമാങ്ങ അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിനുവേണ്ടി നല്ലോണം മുളക് അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മ മുൻകൂട്ടി തയ്യാറാക്കിയ കായും ഉലുവയും പൊടിച്ചതും കടുക് പൊടിച്ചതും ഒക്കെ കൂടി അങ്ങോട്ട് ചേർക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ആ ഉപ്പ് വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് അരിച്ചൊഴിച്ച് അങ്ങോട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഉപ്പുമാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മാങ്ങയും കൂട്ടി അങ്ങോട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ വായിൽ നിന്ന് വെള്ളം അങ്ങോട്ട് ഊറൂട്ടോ. അത്ര കൊതിയാവും കാണുമ്പോൾ തന്നെ. ഇനി ഇതേ നമ്മുടെ ഭരണിയിലേക്ക് ഇനി മാറ്റാട്ടോ. ഭരണി അതിന് വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ടാവണം, വെള്ളം ഉണ്ടാവരുത് കേട്ടോ. അപ്പം നമുക്ക് തയ്യാറാക്കി വെച്ച കടുമാങ്ങയൊക്കെ ഭരണിയിലേക്ക് ആക്കാം. അതിന് മുകളിൽ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം എണ്ണ മുക്കിയ തുണി അതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ വലിയ വലിയ ഭരണികളിലാണ് കേട്ടോ കടുമാങ്ങ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മുടെ അടയ്ക്കാമരത്തിൻ്റെ പാളയൊക്കെ കെട്ടി അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ട് ഉറപ്പിച്ച് വയ്ക്കും. അങ്ങനെയാണ് കടുമാങ്ങ ഭരണി റെഡിയാക്കുക. ഇപ്പോൾ പക്ഷെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. വെറുതെ തുണി എടുത്ത് അങ്ങോട്ട് കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത്തവണത്തെ കടുമാങ്ങ ഭരണി അങ്ങനെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ആ കടുമാങ്ങയുടെ രുചി അറിയാൻ വേണ്ടി.